ഹലോ വെൽക്കം ബാക്ക് ടു അവർ പാലക്കാടൻ കുറുമൻസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മുടെ കുറുമൻസിൻ്റെ കുഞ്ഞു പെങ്ങളുടെ നൂലുകെട്ട് വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഒത്തിരി പേര് കാത്തിരുന്ന വീഡിയോ ആണിത്. അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ വീഡിയോ കാണുക. പാർട്ട് 1 വീഡിയോ കുഞ്ഞുപെണ്ണിൻ്റെ കാതുകുത്തുന്ന വീഡിയോ ഞാനിട്ടുണ്ട്. അപ്പോൾ അതെല്ലാവരും കാണാത്തവരുണ്ടെങ്കിൽ പോയി കാണുക. അപ്പോൾ നമ്മുടെ അമ്മക്കിളിയും നമ്മുടെ സരിത ചേച്ചിയും നമ്മുടെ ചെറിയമ്മയും നൂലുകെട്ടിനുള്ള ഐറ്റംസൊക്കെ ഇത് അവിടെ കൊണ്ട് വെക്കാൻ വേണ്ടി സെറ്റ് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. കുഞ്ഞുപെണ്ണ് നല്ല ഉറക്കത്തിലാണ്. അപ്പം പുതിയ ഡ്രസ്സൊക്കെ മേടിച്ചിട്ടുണ്ട് കുഞ്ഞുമണിക്ക്. അപ്പോൾ അത് ഇട്ട് കൊടുക്കാമെന്ന് പറഞ്ഞാൽ ഡ്രസ്സൊക്കെ ഇട്ട് കൊടുക്കാൻ വേണ്ടി പോവുക കേട്ടോ. അപ്പോൾ ചെറിയ വിളക്കൊക്കെ റെഡിയാക്കുന്നുണ്ട്. ബാക്കിയുള്ള ഐറ്റംസ് ഇവിടെ എല്ലാം വെച്ച് സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അമ്മക്കിളിയും നമ്മുടെ ചെറിയമ്മയും കൂടി നിലവിളക്കൊക്കെ തെളിക്കുകയാണ്. അപ്പോൾ നമ്മളതിനകത്ത് വെച്ചിരിക്കുന്നത് കോറ, പിന്നെ തേനും വയമ്പും, പിന്നെ മേക്കപ്പ് ചെയ്യാനുള്ള ഐറ്റംസൊക്കെ, പിന്നെ ഗോൾഡ് എല്ലാം നമ്മൾ ഈ അരിയിലെല്ലാം സെറ്റ് ചെയ്ത് അനിയത്തി കുട്ടിയൊക്കെ ഡെക്കറേറ്റ് ചെയ്യുകയാണ്. അപ്പോൾ എല്ലാം ഇനി നമ്മൾ ആ പുല്ലുപായ വിരിച്ചിട്ട് അതിനകത്ത് ഇതെല്ലാം കൊണ്ടുവന്ന് സെറ്റ് ചെയ്ത് വെക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ഇവിടെ ഇരുത്തിയിട്ടാണ് നമ്മൾ കുഞ്ഞുമണിക്ക് ആദ്യമായിട്ട് കരിമഷിയൊക്കെ തേച്ച് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ അതിന് ഞങ്ങൾ ഇവിടെ ഇരിക്കാൻ വേണ്ടി പോവുകയാണ്. ഇപ്പോൾ കുഞ്ഞുപെണ്ണ് രാശായിട്ട് എൻ്റെ കയ്യിലെടുത്ത് തന്നു. ആളിപ്പോഴും നല്ല ഉറക്കത്തിലാണ്. ഒന്നും അറിഞ്ഞിട്ടില്ല. തലയിലൂടെ ഹെയർ ബാൻഡ് കിട്ടുകൊടുത്തു. അമ്മക്കിളി ഫുള്ളും ഓരോ സാധനങ്ങൾ എടുത്തിട്ട് വരുന്ന തിരക്കായതുകൊണ്ട് ഹെയർ ബാൻഡ് അങ്ങനെ ഇടാൻ പറ്റില്ല. കാരണം അമ്മ കറക്റ്റായിട്ട് ഇട്ട് തരുമായിരുന്നു. അതുകൊണ്ടാണ് ആ ഹെയർ ബാൻഡ് ഇടാൻ പറ്റാതായി പോയത്. അപ്പോൾ ആദ്യമായിട്ട് കുഞ്ഞുമണിക്ക് ഇതാ കരിമഷി നമ്മൾ വരയ്ക്കാൻ വേണ്ടി പോവുകയാണ്. മുത്തുമണിക്ക് നല്ല ഉറക്കമായതുകൊണ്ട് സിമ്പിളായിരുന്നു. അഥവാ ഉണർന്നിരിക്കുകയാണെങ്കിൽ നമുക്ക് നമ്മളെ കണ്ണെഴുതാനൊന്നും അയക്കില്ല. സുന്ദരി കുട്ടിയായിട്ട് നമുക്ക് നീറ്റായിട്ട് എഴുതാൻ പറ്റി. പിന്നെ ഏട്ടന്മാർ രണ്ടുപേരും ഓരോ സൈഡിൽ ഇരുന്ന് ഓരോ കാര്യങ്ങൾക്ക് ചെയ്യുന്നതൊക്കെ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ നൂലുകെട്ടിന് രാജേശ്വരൻ്റെ അച്ഛൻ വന്നിട്ടുണ്ട്. അമ്മയ്ക്ക് വയ്യാത്തതുകൊണ്ടാണ് വരാത്തത്. അങ്ങനെ കരിമഷിയൊക്കെ തൊട്ട് നമ്മുടെ സുന്ദരി കുട്ടിയാക്കിയിട്ടുണ്ട് കുഞ്ഞുപെണ്ണിനെ കേട്ടോ. പൗഡർ ഇങ്ങനെ കൈകൊണ്ടാണ് തൊട്ട് കൊടുക്കുന്നത്. കാരണം കണ്ണിൽ മൊത്തവും പഫിൽ പൗഡർ ആയതുകൊണ്ട് കൈകൊണ്ടൊക്കെ ഇട്ട് മേക്കപ്പ് ചെയ്തു. പൊട്ട് വെച്ച് കൊടുത്ത് കവിളിൽ വെച്ച് താടിയിൽ വെച്ച് കാലിൽ വെച്ച് എല്ലാവിടെയും വെച്ച് മേക്കപ്പൊക്കെ കഴിഞ്ഞു. ഇനി നമ്മുടെ കുഞ്ഞിപ്പെണ്ണിന് നൂല് കെട്ടാൻ വേണ്ടി പോവുകയാണ് കേട്ടോ. അപ്പോൾ സുന്ദരി കുട്ടിയാക്കിയിട്ടുണ്ട്. ഇനി നമ്മൾ ചരടിൽ ഒരു കൂച്ചിക്കല്ലാന്ന് പറഞ്ഞിട്ടൊരു സാധനം ഉണ്ട്. അത് നമ്മൾ ചരടിൽ കെട്ടിയിട്ടാണ് നമ്മൾ ഇടുപ്പിൽ കെട്ടിക്കൊടുക്കുന്നത്. അപ്പോൾ രാജേഷ് ഏട്ടൻ അത് ആ ചടങ്ങ് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ വീഡിയോ കാണാം. രണ്ട് വളയെടുത്ത് അങ്ങനെ ഇട്. ഓരോ വളയിടാൻ അപ്പുറത്തെ രണ്ടെണ്ണം ഇട്ടാൽ മതി. കയ്യില് വള ഫസ്റ്റ് അതൊക്കെ വന്നിട്ടുണ്ട്. തേനും പിന്നെ സ്റ്റിക്കറല്ലേ ചേലുള്ള ഇതാണ്. അങ്ങനെ നമ്മുടെ കുഞ്ഞിപ്പെണ്ണിന് ഇത് അച്ഛൻ്റെ വക മാല ഇട്ട് കൊടുത്തിട്ടുണ്ട്. അച്ഛൻ്റെ വക മാലയും അരഞ്ഞാണമാണ്. മാമന്മാരുടെ വക ദാ വളയും പാദസരവും ഇടാൻ പോകുന്നത്. വീഡിയോ കാണാം. സുതിയും വേറെ ഒരു കയ്യിൽ ഒന്ന് ഇട് കേട്ടാ. രണ്ടു കയ്യിൽ വരുന്നിട്. ആരായാലും ഒരാളിടി. കുട്ടിന്റെ മുഖം കാണുന്നില്ല. രാജേഷേ
ചെറുതിലിട്ട് കൊടുക്കാൻ മതി കഴിക്കാം. എന്റെ കുഞ്ഞായിട്ട് ചളി ഇട്ട് കൊടുക്കാണ്. ടാറ്റാ ബൈ. ഇനി നമ്മുടെ കുഞ്ഞുമണിക്ക് തേനും വായുമ്പം നാവിൽ തൂവാൻ പോവാണ്. വീഡിയോ കാണാം. അറിയാണ്ട് കൊടുക്കും, അതുകൊണ്ടാണ് അത് വെക്കേണ്ടത്. അവൾക്ക് ഇഷ്ടപ്പെട്ടില്ല. ഞാൻ കൊടുക്കട്ടെ. രണ്ടാമത് ഞാൻ എന്റെ കുഞ്ഞുപണിക്ക് മാമോട് ഇത് ഞാനിവിടെ നിന്നല്ലേ. കൈ മാറ്റി ചെവിന്ന് വെച്ചിട്ട് പേര് 3 പ്രാവശ്യം വിളിക്കട്ടാ. ഇപ്പുറത്തെ ചെവിയില് അതെ ഇപ്പൊ പറയണ്ട, ഇപ്പൊ പറയണ്ട. അച്ഛൻ കൊടുത്ത് പഠിച്ചു. സൈഡിൽ എവിടെയാണെങ്കിലും ഒരു ചന്ദനം അതിന് മേലെ അങ്ങനെ ഇതാ അച്ഛനും എല്ലാവരും ഇതാ തേനും വയമ്പും കൊടുക്കുകയാണ്. അമ്മയ്ക്ക് നേരത്തെ കൊടുത്തു. ഇനി ഇതാ ഏട്ടനും നാത്തൂൻസൊക്കെ ഇതാ തേനും വയമ്പും കൊടുക്കാൻ വേണം. അല്ലിക്കുട്ടി ഇച്ചിരി ഭയങ്കര കരച്ചിലായിരുന്നു കേട്ടോ. അപ്പോൾ അല്ലിക്കുട്ടീനെ ഇതാ ഞാൻ മേടിച്ച് മടിയിൽ വെച്ചു. എന്നിട്ടൊരു ഇലയും കൂടി കയ്യിൽ കൊടുത്തു. അപ്പോൾ അതും പിടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അതാ ഏട്ടൻ കുഞ്ഞിപ്പണിന് തേനും വയമ്പും കൊടുത്തു. കാണുമ്പോൾ എല്ലാവരും വിചാരിക്കും കുഞ്ഞുവായിക്ക് എന്തിനാ എല്ലാവരും തേച്ച് കൊടുക്കണമെന്ന് വിചാരിക്കും. കഴുകാൻ വെള്ളം വെച്ചിട്ടുണ്ട്. പിന്നെ എല്ലാവരും ജസ്റ്റ് വെക്കുന്നേ ഉള്ളൂ. ആരും അങ്ങനെ ഫുള്ളും വായിൽ തേച്ചൊന്നും കൊടുക്കുന്നില്ല. തേന് മാത്രം വെറുതെ ഒന്നിങ്ങനെ വെച്ചോളൂ. തേനിങ്ങനെ നുണഞ്ഞ ആളിച്ചിരി കഴിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ വീഡിയോ കാണാം. ഉണ്ണിയും നാത്തൂനും വെച്ചപ്പോൾ ഋതുക്കുട്ടിക്ക് എനിക്ക് മമ്മം കൊടുക്കണം പറഞ്ഞിട്ട് കരച്ചിലായിരുന്നു. അപ്പോൾ രാജേട്ടൻ എന്താ തേൻ ജസ്റ്റ് മുക്കിയിട്ട് കുഞ്ഞുവാവിക്ക് ഇങ്ങനെ വെച്ച് കൊടുക്കുകയാണ്. അപ്പോൾ ഋതുക്കുട്ടിയുടെ സന്തോഷം ഉണ്ടല്ലോ, ഭയങ്കര സന്തോഷമായി ഋതുക്കുട്ടിക്ക്.
അപ്പോൾ നമ്മുടെ ചെറിയച്ഛനും ചെറിയമ്മയും ചേച്ചിയും വലിയമ്മയും മേമയും എല്ലാവരും എന്താ തേനും വമ്പൊക്കെ കൊടുത്തു കഴിഞ്ഞു കുഞ്ഞുമണിക്ക്. അപ്പോഴും നല്ല ഉറക്കത്തിലാണ്. ഇനി നമുക്കൊരു ഫോട്ടോ കാണാം. അങ്ങനെ നമ്മുടെ കുഞ്ഞിപ്പെണ്ണിൻ്റെ പേര് റിവീൽ ചെയ്യാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ ഈ ഒരു പേരെന്ന് പറയുന്നത് ആദ്യം അമ്മയ്ക്ക് ഈ ഒരു പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് തന്നെ ഫേസ്ബുക്കിലും നല്ലൊരു പേര് കിട്ടുകയാണെങ്കിൽ ഇടാമെന്ന് പറഞ്ഞിട്ട് ഇട്ടു. പക്ഷേ റിപ്പീറ്റ് ഈ ഒരു പേര് കുറേ പേര് പറഞ്ഞു. അപ്പോൾ എനിക്കും രാജേഷേട്ടനും അത് ഇഷ്ടമായി. അമ്മയും വളരെ ഹാപ്പി. അമ്മ ആദ്യം പറഞ്ഞ പേര് ഇട്ടല്ലോ എന്നുള്ളത് കൊണ്ട്. അപ്പോൾ നമ്മുടെ കുഞ്ഞിപ്പെണ്ണിൻ്റെ പേരെന്താണെന്നല്ല ഇതിപ്പോൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം എന്താണെന്നുള്ളത്. ദക്ഷിണ സാധവ്. അപ്പോൾ ദക്ഷിണ സാധവ് എന്നാണ് കുഞ്ഞുമണിയുടെ പേര്. വീട്ടിൽ നിധിന്ന് വിളിക്കും, നിധിക്കുട്ടീന്ന് വിളിക്കും. അത് അച്ചമ്മയുടെ പേരാണ് കേട്ടോ. അച്ചമ്മ നേരത്തെ ഞാൻ 3 മാസം പ്രഗ്നൻ്റ് ആയപ്പോഴേ പറഞ്ഞിരിക്കുകയായിരുന്നു കുഞ്ഞിപ്പെണ്ണിനെ വീട്ടിൽ നിധിന്ന് തന്നെ വിളിക്കണം. അപ്പോൾ നിധി എന്നാണ് വീട്ടിൽ വിളിക്കുന്ന പേര്. ഇനി നമുക്ക് കുറച്ച് ഫോട്ടോ സെക്ഷൻ കാണാം കേട്ടോ. അങ്ങനെ നമ്മളിങ്ങനെ ഫോട്ടോസൊക്കെ എടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ സദ്യയാണ് കുഞ്ഞിപ്പെണ്ണിന് നൂലുകെട്ടിന് കാറ്ററിംഗ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഫുഡൊക്കെ നന്നായിരുന്നു പറഞ്ഞാൽ സ്ഥിരം ഓർഡർ ചെയ്യുന്ന അവിടെ തന്നെയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ നമ്മുടെ ഈ വീഡിയോസൊക്കെ മൊത്തം കവർ ചെയ്യുന്നത് എൻ്റെ അനിയത്തിക്കുട്ടി അച്ചൂസാണ്. അപ്പോൾ താങ്ക് യു അച്ചു. അച്ചു ചെയ്തുകൊണ്ടാണ് ഇത്രയും പേരെ നമുക്ക് കവർ ചെയ്ത് കിട്ടിയത്. ലാസ്റ്റ് കുറച്ച് ലൈറ്റായി വന്നവരുടെ ഈ ഫോട്ടോ സെക്ഷനൊന്നും ചിലത് കിട്ടിയിട്ടില്ല, മിസ്സിങ് ഉണ്ട്. എല്ലാവരുടെയും ഫോട്ടോസ് ഉണ്ട്, എല്ലാ ഫുൾ ഫോട്ടോസ് എനിക്ക് സെൻഡ് ചെയ്ത് കിട്ടിയിട്ടില്ല. അതെല്ലാം കൂടി ഇതിനകത്ത് ആഡ് ചെയ്ത് കഴിയുമ്പോൾ അത് മൊത്തമായിട്ട് കൂടുതൽ ലെങ്തി ആവും. അതുകൊണ്ടാണ് നമ്മൾ ആ ഫുൾ വീഡിയോ ഇതിനകത്ത് മീൻസ് ഫോട്ടോസൊന്നും ഇതിനകത്ത് അപ്ലോഡ് ചെയ്ത് കുറച്ച് ഫോട്ടോസ് അപ്ലോഡ് ചെയ്തിട്ടുള്ളൂ. അച്ചൂസ് മിക്ക എല്ലാ അവിടെയും കവർ ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പം എന്താ പറയുക, എല്ലാപ്പോഴും ഞാനാണ് എടുക്കുന്നത് വീഡിയോസൊക്കെ എല്ലാവരുടെയും. അപ്പോൾ ഇന്ന് അച്ചുവിൻ്റെ കയ്യിലായിരുന്നു ഫോണ്. അച്ചുവാണ് എല്ലാം മെയിൻറ്റെയിൻ ചെയ്തെടുത്തത്. ഇതാണ് നമ്മുടെ അച്ചൂട്ടി. താങ്ക് യു അച്ചു, താങ്ക് യു സോ മച്ച്. ഞങ്ങൾ പരിചയമുണ്ടോന്നൊക്കെ പരിചയമുണ്ടല്ലേ? അതെ, അല്ല 9 മാസം കേട്ടതല്ലേ? ആരാണെന്ന് കുഞ്ഞിപ്പെണ്ണ് ഫുള്ള് ഉറക്കത്തിലായിരുന്നു കേട്ടോ. അതുകൊണ്ട് കരച്ചിലൊന്നും ഇല്ലായിരുന്നു. സമാധാനത്തിൽ നമുക്ക് ഫോട്ടോ എടുക്കാം. പക്ഷേ ഉണർന്ന ഒരു ഫോട്ടോ പോലും നമുക്ക് കിട്ടിയില്ല. ഫുൾ ടൈം കണ്ണടച്ചിട്ടായിരുന്നു. കണ്ണ് തുറന്നപ്പോൾ പാല് കൊടുത്തു, അപ്പം തന്നെ ഉറങ്ങി. വന്നവരാരും കുഞ്ഞിപ്പെണ്ണ് കണ്ണ് തുറന്നിട്ടുള്ള ഫോട്ടോസ് കണ്ടതേ ഇല്ല കേട്ടോ. ഇന്നത്തെ നമ്മുടെ മെയിൻ ഗസ്റ്റായ കുഞ്ഞിപ്പെണ്ണിൻ്റെ കൂടെ നമ്മുടെ ഏട്ടന്മാർ വലിയേട്ടനും കുഞ്ഞേട്ടനും ഫോട്ടോ എടുക്കാൻ വേണ്ടി നിൽക്കുകയാണ് കേട്ടോ. അപ്പം ദച്ചൂസിനെയും വസുവിനെയൊന്നും കണ്ടതേ ഇല്ല. അവസാന നിമിഷമാണ് പിടിച്ചിരുത്തി കുറച്ച് ഫോട്ടോ എടുക്കാമെന്ന് വിചാരിച്ചത്. എത്രത്തോളം കിട്ടി സക്സസ് ആണെന്നൊന്നും അറിയില്ല. ഫോട്ടോ കിട്ടുന്നതേ ഉള്ളൂ.
അതുകൊണ്ട് എനിക്ക് ഇതിനകത്ത് ആഡ് ചെയ്യാൻ പറ്റിയിട്ടില്ല ഫോട്ടോസ് എല്ലാം വെച്ചിട്ടൊരു വീഡിയോ ഇടാം കേട്ടോ. അപ്പം ഇതാണ് നമ്മുടെ കുഞ്ഞിപ്പെണ്ണിൻ്റെ നൂലുകെട്ട് വീഡിയോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും കമൻറ്റ് ചെയ്യുക. കുഞ്ഞിപ്പെണ്ണിൻ്റെ പേര് എങ്ങനെയുണ്ടെന്നുള്ളതും കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. പിന്നെ ഞങ്ങളുടെയൊക്കെ കോസ്റ്റ്യൂം എങ്ങനെയുണ്ടെന്നുള്ളതും തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അപ്പം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ്. എല്ലാവർക്കും ടാറ്റാ, ബൈ.